അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൗണ്ട് ക്വാളിറ്റി അങ്ങോട്ട് ശരിയാവുന്നില്ല, പിന്നെ വീഡിയോയിൽ കുറേ ജെർക്കിംഗ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേ പേര് പരാതി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ സാംസങ് A50 ഫോണാണ് ഞാനിപ്പം വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാതെ ഇതാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇനി ഭാവിയിൽ അങ്ങോട്ട് ക്യാമറയൊക്കെ വാങ്ങണം, പിന്നെ നല്ല രീതിയിൽ കുറേ ആക്സസറീസൊക്കെ വാങ്ങണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇന്ന് എൻ്റെ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ചങ്ക് എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ വീഡിയോയിലും ഏതെങ്കിലും ഒരു ചങ്ക് എൻ്റെ കൂടെ കാണും. കാരണം ചില വേറെ കൊണ്ടല്ല, ആ ഫേസ് ഒന്ന് കാണിക്കണേ. ആണ്ടെ, ഇതാണ് റഹ്മാൻ. അപ്പം എല്ലാ വീഡിയോയിലും എൻ്റെ കൂടെ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ കാണും. കാരണം വേറെ കൊണ്ടല്ല, എനിക്ക് ഒത്തിരി ചങ്കുകളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണും. അല്ലാതെ ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്. വീഡിയോയിലേക്ക് പോകാലോ. നോസ്റ്റാളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് മനുവങ്കിൾ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടത്. നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി. കാരണം കൊല്ലം സിറ്റിയിൽ തന്നെയുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പം ഞാൻ ഒത്തിരി വട്ടം ഞാൻ ആ പാർക്കിലൊക്കെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്, ഒത്തിരി വട്ടം വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പം ആ പാർക്കിൽ ഒന്ന് പോയി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്ക് ആ പാർക്കിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞതിൻ്റെ താഴ്ഭാഗമാണ് വരുന്നത്. കുറേ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ, ആ ഫൈറ്റ് സീനിൻ്റെ ലൊക്കേഷൻ മൊത്തം ഇതിൻ്റെ താഴ്ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എത്രയാ? 48. ആ, 2 മണിക്കൂറല്ലേ ഉള്ളു. ആ, ഇതേ അവിടെ കണ്ടോ, പുതിയൊരു മേൽപ്പാലമൊക്കെ വന്നിട്ടുണ്ട്. ഈ കായലിലൂടെയാണ് നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ ആ സിനിമയിൽ ഇങ്ങനെ വന്നിട്ട് ഇതാണ്ട് ഇത് ഈ കാണുന്ന ആ കൂടാരം കണ്ടോ, അവിടെയാണ് വന്ന് കയറുന്ന ഇടയ്ക്ക് പുള്ളി വള്ളത്തിൽ നിന്ന് ഞാൻ കായലിലേക്ക് വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ് തോന്നുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഉള്ളിലേക്ക്, കായലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അതുപോലെ നമ്മൾ ആ സിനിമയെ കാണുന്ന ഒരു രീതിയിലൊന്നും അല്ല ഇപ്പം. ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമയെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്തോ. ഗോവിക്കകത്താണേ ആ സിനിമയിൽ ഒരു 4 കുട്ടികളല്ലേ. അപ്പോൾ വില്ലന്മാരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ വന്ന് ഒളിക്കുന്നത്. ഇതിപ്പോൾ പണ്ടത്തെ കാട്ടിയൊക്കെ എത്ര മാറ്റം തോന്നുന്നല്ലേ. പെയിൻ്റൊക്കെ അടിച്ച് വേറെ ഒരു രീതിയിലാക്കിയിട്ടുണ്ടല്ലേ. ഈ മരത്തിൽ തുടർന്ന് ഇതിൻ്റെ കായ പറിക്കരുത്, അലർജി ഉണ്ടാകും. എന്ത് മരം ആയിരിക്കും ഇത് റഹ്മാനെ? എന്ത് മരം ആയിരിക്കും ഇത്? ഒരു പ്രേക്ഷകനെ കൂടെ കിട്ടിയിരിക്കുക. സബ്സ്ക്രൈബറാണ്. പേരെന്തോ? എൻ്റെ പേര് സുബിൻ എന്നാണ്. ഞാനിങ്ങനെ ചെറിയൊരു യൂട്യൂബിൽ ഒരു ചാനലൊക്കെ തുടങ്ങാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും തുടങ്ങാം. നല്ലൊരു കാര്യം കേട്ടോ. തീർച്ചയായിട്ടും. പക്ഷേ അതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോസ് ലൈക്കും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ്. പോളി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റഹ്മാനെ കണ്ടല്ലേ. അപ്പം പുള്ളി ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പുള്ളി യൂട്യൂബ് ചാനൽ തുടങ്ങാനെ കുറിച്ച് ആലോചിക്കുന്നു പറയുന്നു. അപ്പോൾ നല്ലൊരു കാര്യം, പുള്ളി ചെയ്യട്ടെ. നല്ല എല്ലാ ഭാവങ്ങളും പുള്ളിക്കാൻ നേർന്നായിരുന്നു ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ആ സിനിമയിൽ വേറൊരു സംഭവമുണ്ട് കേട്ടല്ലേ. മമ്മൂക്കയും ആ വില്ലന്മാരും ഒളിക്കാൻ വരുന്നൊരു സംഭവമുണ്ട്. അതാണ്ട് ഈ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
ഈ ഒരു സംഭവം ഈ ഒരു പലക വെച്ചിട്ട് 2 തൂണും വെച്ചിട്ട് ഒരു സംഭവം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അതേവിടെ ഉണ്ട്. ഈ വലക്കകത്തോടാണ് നമ്മുടെ ആദ്യം തമിഴ്നാട് ത്യാഗരാജൻ മേപ്പോട്ട് വെടി വയ്ക്കുമ്പോഴത്തേക്കും മമ്മൂക്ക വന്നിട്ട് തിരിഞ്ഞ് നോക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ട ഈ വലയായിരുന്നു. പക്ഷേ ഇത് ഇപ്പോഴും എഴുതാനല്ല, ഒത്തിരി മാറിയുണ്ടോ. ഇതിപ്പോൾ കയറൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു രീതിയല്ല, വേറെ ഒന്നും സാധനങ്ങളൊക്കെ പഴയ മോഡലൊക്കെ ഉണ്ട്. ഇപ്പം പണ്ടം കണ്ടോ ഞാനിപ്പോൾ വന്നതാണ്. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും പുതിയതായിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം ജിമ്മിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടില്ല ആ വെയിറ്റ്, പിന്നെ അതാണ്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ പൊളിയല്ലേ. ചോട്ടിക്കോ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. അതെ, കൊള്ളാം. എങ്ങനെയുണ്ട്? ഇവിടെ കുറേ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടോ. പക്ഷെ പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ കുറേ മരങ്ങളും കുറേ ചെടികളൊക്കെ മൊത്തം ഫുള്ള്. ഇതെന്താ സംഭവം? വിൻ്റർ സ്പ്ലാഷ് എന്താ സംഭവം ചോദിക്കാമല്ലോ. കുറേ ലൈഫ് ജാക്കറ്റ് കിട്ടിക്കുന്നു. സ്പീഡ് ബോട്ടിന് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്താ ഇവരോട് ചോദിക്കുക എന്താ സംഭവം. ബ്രോ എന്താ സംഭവം? ഇത് സംഭവം ആൽഫ അഡ്വഞ്ചേഴ്സ് ആയിട്ട് നടത്തുന്നതാണ്. ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ട്, കയാക്കിംഗ്, ബനാന, ബമ്പർ അങ്ങനെ നിരവധി റൈഡുണ്ട്. ഇത് പാക്കേജ് ആയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട്, കാണിച്ചേ ഒരു ഐലൻഡ് ഉണ്ട്, സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ പോയതൊരു പാക്കേജാണ്. അത് കൂടാതെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സിഡ് ലൈൻ, വർമ്മ ബ്രിഡ്ജ്, ആർച്ചറിങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. എത്ര രൂപ പ്രൈസ് എങ്ങനെയാണ്? ഇത് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ഇപ്പം നമ്മളൊരു പാക്കേജ് ഒരു 5 റൈഡ് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു ഓഫറുണ്ട് 1000 സംതിങ് രൂപയ്ക്ക്. അങ്ങനെ ഒരു പാക്കേജ് ചെയ്ത് സംഭവം. ഒരു ദിവസത്തേക്കാണോ അതോ ഇത്ര മണിക്കൂർ ഒരു 6 റൈഡ് നമ്മളങ്ങ് കൊടുക്കും. ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കും. ഇതിപ്പോൾ എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷം കഴിയാറായി. 1 വർഷമായിട്ടുള്ളല്ലേ? വേറെ നിരവധി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ബേസ് സ്കീ, അഡ്വാൻസ് സ്കീ എന്നൊക്കെ പറഞ്ഞു. പേരെന്ത്? കെയിൻ. നിന്റെയോ? ജോൺ പോൾ. പ്രൈവറ്റ് ആയിട്ടാണോ? അപ്പൊ എന്തുവായാലും ഒരു റൈഡ് പോയിട്ട് വരാം ബോട്ടില്. റഹ്മാൻ നീ വരുന്നോ? ഇല്ല, നിങ്ങൾ ചെയ്തോ. റഹ്മാൻ പേടിച്ചിട്ട് വരുന്നില്ലല്ലേ? പേടിയുണ്ടല്ലേ? ഓ, നിങ്ങൾ ചെയ്തോ. അതറിയാം. പോയിട്ടോ. Oh, can you feel me? Oh, can you sense what I'm saying is the real me? Will you listen to my problems and just heal me? Or will you kill me? Or will you kill me? പൊളിയാണ് കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ്. അതിനകത്ത് ഈ അഡ്വഞ്ചർ പാർക്കിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പറാണ്. അപ്പോൾ ഓക്കെ ബ്രോ, അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലേ പ്രതാപയന്ത്രം വന്നിട്ട് ഒരു ഊഞ്ഞാലാടുന്നൊരു സീനുണ്ട്. ആ പിള്ളേർ വന്നിട്ട് ഒരു ബോൾ കൊണ്ട് എറിയുമ്പോൾ ഊഞ്ഞാലിലോട്ട് വന്ന് വീഴുന്ന സീൻ. ആ സീൻ നമ്മുടെ ഇതേപോലെ ഊഞ്ഞാലല്ല. പക്ഷേ ഈ ഊഞ്ഞാലല്ല കേട്ടോ, ഒത്തിരി മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ പഴയൊരു ഇതല്ലല്ലോ, ഒത്തിരി വർഷങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ഒത്തിരി ഊഞ്ഞാലൊക്കെ ഉണ്ട്. റഹ്മാനെ എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ അല്ലേ? റഹ്മാൻ ആദ്യമായിട്ട് ഒന്നുമില്ല ഇവിടെ വരുന്നത്. അതെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സൈൻ ഓഫ് ചെയ്യുന്നു. സൈ